നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏതൊക്കെയാണെന്ന് അറിയോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം. ഇത് ഈ മൂന്നും ഏകദേശം സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ? ഇനി ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. കുറച്ച് എക്സാമ്പിൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഇത് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. 3-4 സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാം. Hi friends, welcome to Fluent Happy Learning, and we are today on 19th day, and I'm so happy that the students who are watching my videos, they just write the comments or based on the instruction that I give. നിങ്ങൾ അത് കാണുകയും അതോടൊപ്പം നിങ്ങൾ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അതിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊന്നും ഞാൻ അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം ആദ്യത്തെ മാസങ്ങളിൽ ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ സെന്റൻസ് ടൈപ്പ് ചെയ്യുക. നമ്മൾ കറക്റ്റ് ചെയ്യുന്ന ഇത്ര മാത്രമേ ഉണ്ടാകുള്ളൂ. നമ്മൾ പഠിച്ചു വരുന്ന ഭാഗമുണ്ടല്ലോ, അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറെ ഒന്നും നമ്മൾ കറക്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ചെയ്ത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ക്ലാസ് കഴിയുന്ന 1 മാസം 2 മാസം ഒക്കെ ആകുമ്പോഴേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ. സോ ഇന്ന് നമ്മൾ കാണുന്ന ഏതാണെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. ജസ്വിൻ ഈസ് there with us, and Jaswin, welcome to the class. And you remember that what did we do the last days, right? Yes. And past tense ഏതൊക്കെയായിരുന്നു ജസ്വിന് കഴിഞ്ഞിരുന്നു? എല്ലാം കഴിഞ്ഞിരുന്നു നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? Yes. Then the present tense നമ്മൾ ഓൾറെഡി ഒന്ന് കഴിഞ്ഞിരുന്നു. സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞില്ലേ? Yes. Then what we are going to do today is present perfect ആണ്. കാരണം നമ്മൾ പറഞ്ഞിരുന്നു പാസ്റ്റ് ടെൻസ് എടുത്തപ്പോഴും നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് രണ്ടാമത് എടുത്തിരുന്നത്. അതുപോലെ തന്നെ പ്രസന്റിലും നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും രണ്ടാമത് എടുക്കുന്നത്. ദ റീസൺ ഈസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലായി. അതിൻ്റെ കണക്ഷൻ നമുക്ക് ഈസിയാണ് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്നതിനും വേണ്ടിയിട്ട്. സോ ടുഡേ വിൽ വാച്ച് ദ പ്രസന്റ് പെർഫെക്റ്റ്. പ്രസന്റ് പെർഫെക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് വീണ്ടും നമ്മൾ ഓർത്തിരിക്കുക, പ്രസന്റ് ഫാമിലി, പാസ്റ്റ് ഫാമിലി. ജസ്റ്റിൻ ഓർക്കുന്നുണ്ടല്ലോ, ഈസ്, ആം, ആർ, ഡസ്, ഡു, ഹാസ്, ഹാവ്. പ്രസന്റ് ഫാമിലി ആൻഡ് പാസ്റ്റ് ഫാമിലി ജസ്റ്റിൻ ഏതൊക്കെയാണ്? was, were, did, had. okay, very good. And in the same way in the different pattern ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങളുടെ ബ്രെയിനിലേക്ക് പല രീതിയിൽ ചെല്ലുക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇതിൽ നമ്മൾ ഒന്ന് ഓർത്തിരിക്കേണ്ടത് സിംഗുലർ ആൻഡ് പ്ലൂറൽ സബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി പണ്ട് ക്ലാസ്സിൽ തന്നെ പഠിച്ചിരുന്നു. പഴയ സബ്ജക്റ്റ് പഠിച്ചിരുന്ന സമയത്ത് പഠിച്ചിരുന്നു. എന്നാലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തരുന്നു. സിംഗുലർ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, ടർക്കി, ജാക്ക് എന്ന് പറയുന്നത് സിംഗുലർ സബ്ജക്റ്റ് ആണ്. യു, ദേ, വി, ദീസ്, ദോസ്, ജാക്ക് ആൻഡ് ജിൽ എന്ന് പറയുന്നത് പ്ലൂറൽ ആണ്. ഐ എന്ന് പറയുന്നത് രണ്ടുമായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സിംഗുലർ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളാണ്. ആം, വോസ് എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഡു, ഹാവ്, ഹാഡ്. ഇത്ര കാര്യങ്ങൾ വീണ്ടും ഒന്ന് ഓർത്തിരിക്കുക. കാരണം നമ്മൾ സബ്ജക്റ്റും വേർബിൻ്റെയും കണക്ഷനാണ് നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റാക്കി തരുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് വേർബ് ഫോം. വേർബ് ഫോം ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നു. 5 എണ്ണമുണ്ട്, 5 ഫോംസ് ഉണ്ടെന്നാണ്. V1, V1S, V2, V3 and V4. that is verb plus ing form. അപ്പം ഇതും നിങ്ങൾ മാക്സിമം ഇതിന് മുമ്പിലത്തെ വീഡിയോസ് കാണാത്തവരെ കാണുക. വേർബിൻ്റെ വെരി ക്ലിയർ ആയിട്ടുള്ള ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ക്ലാസ് ആണ്, ആ ക്ലാസ് നിങ്ങൾ വാച്ച് ചെയ്യേണ്ടതാണ്. വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും how do we get the 5 forms. Actually we have learned only 3 forms at school, right? ഇത് എങ്ങനെ 5 ഫോംസ് ഒക്കെ ആയി എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യത്യാസം V1S-ഉം V4-ഉമാണ്. അപ്പം ഈ V1 നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ V1 എന്നും V4 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് മനസ്സിലാകണം, അത് സംഭവം കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. ദെൻ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഓൾറെഡി പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? ആ ചിത്രങ്ങൾ നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെന്താണ് എന്ന് മനസ്സിലാകും. The first one example, just read the first example. What is there? He has broken his arm. Next one, what would it be? I have Just finished my homework. just finished my homework എന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ അവസ്ഥ നോക്കാം. ടുഡേ എന്നൊരു കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിലെ സമയം ഞാനിപ്പോൾ സംസാരിക്കുന്നത് 1 PM ആണ് എങ്കിൽ ഇപ്പം ഇതിന് മുമ്പോട്ട് കിടക്കുന്ന എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞിരുന്നു സിമ്പിൾ പാസ്റ്റ് ടെൻസും പാസ്റ്റ് ടെൻസ് ഒക്കെ എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഞാനിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് തൊട്ടും നടക്കുന്ന എല്ലാം എന്തിലാണ്?
പാസ്റ്റിലാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ഇത് പാസ്റ്റ് ആണ്, നമ്മൾ 3 ലൈൻ ഇട്ടേക്കുന്നത്. ഇത് പ്രസന്റ് ആണ്, ഇത് ഫ്യൂച്ചർ ആണ്. ഈ ഫ്യൂച്ചറിൽ ഇവിടെ നിന്നും ഇങ്ങോട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ആണ്. എന്നാൽ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ളൊരു ഒരു ചെറിയൊരു ഗ്യാപ്പ്, ഡ്യൂറേഷൻ നമുക്ക് മനസ്സിലാക്കാം. ആ ഡ്യൂറേഷനിൽ ഇപ്പം ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് എന്ന് പറയുന്നത്, ജസ്റ്റ് ഫിനിഷ്ഡ് അതായത് ഇപ്പോൾ കഴിഞ്ഞതുള്ളൂ, ഇപ്പോൾ വന്നതുള്ളൂ, ഇപ്പോൾ പോയതുള്ളൂ എന്ന് പറയുന്നത് അവിടെ ക്ലിയർ അല്ലാതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇവിടെ വരയ്ക്കാം. നോക്കിക്കേ, ഇവിടെ 3 ഇവിടെ ഫ്യൂച്ചറാണ്, ഇവിടെ പ്രസന്റ് നോക്കുക കേട്ടോ. പ്രസന്റ് ആണെങ്കിൽ ഇവിടെ നിന്നും ഞാൻ ഇപ്പോൾ വന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ പോയതേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ നമുക്ക് ഒരു അംബ്രല കൊടുത്താൽ പ്രസന്റ് അംബ്രലയിൽ കൊടുക്കാം. അതായത് റീസെന്റ് ആയിട്ട് നടന്ന പാസ്റ്റ് അല്ലെ, റീസെന്റ് ആയിട്ടുള്ള നടന്ന പാസ്റ്റിനെ നമുക്ക് എന്തെന്ന് പറയാം, അതൊരു പ്രസന്റിന്റെ അംബ്രലയിലാണ്. അതായത് ഈ പ്രസന്റിന്റെ തൊട്ടടുത്ത് നടന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒന്ന് വേറൊന്ന് അതല്ലാതെയും ഹാവിന്റെ ഒരു പ്രയോഗമുണ്ട്. അത് നമ്മൾ എപ്പോഴും ഉപയോഗിക്കാം എന്ന് വെൻ ഡു വി യൂസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുമ്പോൾ പറയാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ഫോമാണ് ഇത്. റീസെന്റ് ആയിട്ടുള്ള തൊട്ടടുത്ത് കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഇതിങ്ങനെ ഇങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ അതിന്റെ പാസ്റ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന പാസ്റ്റിന്റെ പല ഫോമുകളും പറയും. ഇതിന്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അതിന് നമ്മൾക്ക് റീസെന്റ് പാസ്റ്റിനെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റിൽ ഉൾക്കൊള്ളിക്കാം. അതുകൊണ്ടാണ് ഐ ഹാവ് ജസ്റ്റ് ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്ന് പറയുമ്പം ഞാൻ എൻ്റെ ഹോംവർക്ക് ഇപ്പോൾ ഫിനിഷ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയില്ലേ. അപ്പൊ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്റ്റൻസ് ആയി. ഞാനിപ്പോൾ അത് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോഴോ അത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആയി. അതിന്റെ വ്യത്യാസങ്ങൾ ഈ ക്ലാസ് തന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. സോ ഇവിടെ 1 മണി എന്ന് പറയുന്നത് 1 മണിക്ക് ചിലപ്പോൾ കൊട്ടത് മുമ്പായിരിക്കാം, 12 മണിക്ക് മുമ്പായിരിക്കാം കഴിഞ്ഞിരിക്കുന്നത്, 12 കഴിഞ്ഞും 1 മണിക്കും ഇടയ്ക്കായിരിക്കും കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. വേറൊരു എക്സാമ്പിൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് റീഡ് ജസ്റ്റുവിന് ആദ്യം വായിച്ച എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. He has broken his arm. He has broken his arm. അതായത് എന്താണ്, അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് അല്ലെ, ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇതിന് റീസെന്റ് പാസ്റ്റ് ആണോ എന്ന് പറയുന്നില്ല, അവിടെ സമയം കൊടുക്കാതെ പറയുന്നത് അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, അതും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയുന്നത്. ഈ 2 എക്സാമ്പിൾ മനസ്സിൽ വെച്ചോ, മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എക്സാമ്പിൾ നോക്കിക്കോ, ഇവിടെ നോക്കിയ മലയാളത്തിലെ ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് സെന്റൻസ് ഉണ്ട് അല്ലെ. ജസ്റ്റിനെ ടുണ്ട് എന്ന് പറയുന്ന ഏതെങ്കിലും മലയാള സെന്റൻസ് പറയാൻ പറ്റുമോ? ടുണ്ട് എന്ന് അവസാനത്തിൽ വരുന്നേ പോയിട്ടുണ്ട്, വന്നിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും. ഞാൻ ഓടിയിട്ടുണ്ട്, ഞാൻ ഓടിയിട്ടുണ്ട്, ഞാൻ നടന്നിട്ടുണ്ട്, ഞാൻ നീന്തിയിട്ടുണ്ട്, ഞാൻ നീന്തിയിട്ടുണ്ട്, ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ട് അല്ലെ. പെട്ടെന്ന് പറഞ്ഞേ, കുറച്ച് സെന്റൻസ് വേഗം പറയാൻ പറ്റും. ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ മേടിച്ചിട്ടുണ്ട് അല്ലെ. അങ്ങനെ ടുണ്ടെന്ന് വരുന്നത് പ്രസന്റ് പെർഫെക്റ്റും അതോടൊപ്പം തന്നെ കഴിഞ്ഞു എന്ന അർത്ഥത്തിലും അത് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. അതിന് സെന്റൻസ് നമുക്ക് നോക്കാം. ടുണ്ടായിരുന്നു, ഞാൻ പോയിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു, മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മലയാളത്തിൽ അറിയില്ലേ? ആ സെയിം ഡിഫറൻസ് തന്നെയാണ് ഇംഗ്ലീഷിലും വരുന്നത്. അപ്പൊ ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് പാസ്റ്റ് പെർഫെക്റ്റും ടുണ്ട് അല്ലെങ്കിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് ഏതുമാണ്? പ്രസന്റ് പെർഫെക്റ്റുമാണ്. എക്സാമ്പിൾ നോക്കിയാലോ. ദ ഫസ്റ്റ് വൺ, ഹി ഹാസ് ഫിനിഷ്ഡ് ഹിസ് ഹോംവർക്ക് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുൻപ് അവന്റെ ഹോംവർക്ക് അവൻ ചെയ്ത് കഴിഞ്ഞു അല്ലെ. കഴിഞ്ഞു എന്നോ കഴിഞ്ഞിരുന്നോ കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് കഴിഞ്ഞു എന്ന മലയാളത്തിൽ എടുക്കാം. അപ്പം ഹി ഹാഡ് ഫിനിഷ് ഹിസ് ഹോംവർക്ക് ബിഫോർ ഡിന്നർ എന്ന് പറയുമ്പോഴോ അതിന്റെ അർത്ഥം പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് മാറി. അവന്റെ ഹോംവർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പം ഈ ഫസ്റ്റ് സെന്റൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ നമ്മുടെ ഹോംവർക്കുമായിട്ടോ എന്തെങ്കിലും പ്രസന്റുമായിട്ട് സംസാരിക്കുമ്പോൾ ആ സെയിം സാധനത്തെ പറ്റിയുള്ള ഒരു കണക്ഷൻ കൊടുത്തുകൊണ്ടാണ്. അതായത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് സംസാരിക്കുന്നത് പ്രസന്റുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ അതിനുണ്ടാവും, ഒരു റിസൾട്ട് അതിനുണ്ടാവും. അങ്ങനെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കിയ ശേഷം വായിച്ചേ. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഹാസ് finished his homework before dinner. That already we have read it. She has read her book. She has read her book. അവളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട് അല്ലെ. ഇവിടെ ടുണ്ടാണ് വരുന്നത്. അവളുടെ ബുക്ക് വായിച്ചിട്ടുണ്ട്. ഷീ ഹാഡ് റെഡ് ഹെർ ബുക്ക് എന്ന് പറയുന്നത് എന്തായിട്ട് വരും? വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വരും അല്ലെ. അവളുടെ ബുക്ക്
വായിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. ഇതേ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസും പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ഇത്ര മാത്രം ഓർത്തിരിക്കുക. ടുണ്ട് എന്ന് പറയുന്നത് പ്രസന്റ് പെർഫെക്റ്റും അതോടൊപ്പം തന്നെ കഴിഞ്ഞു എന്ന പല സ്ഥലങ്ങളിലും വരാറുണ്ട്. ടുണ്ടായിരുന്നു എന്ന് പറയുന്ന പാസ്റ്റ് പെർഫെക്റ്റും ആണെന്ന് മനസ്സിലാക്കി ഓർത്തിരുന്നെങ്കിൽ തന്നെ നമുക്ക് സെന്റൻസ് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം അതിന്റെ നെഗറ്റീവ് എങ്ങനെയാണ്? സാധാരണ നമ്മൾ കണ്ടിരിക്കുന്നത് പോലെ തന്നെയാണ് നെഗറ്റീവ്. അതിന് നോട്ട് ചേർക്കുക. എവിടെ നോട്ട് ചേർക്കണം? അപ്പൊ ടുണ്ട് എന്ന് പറയുമ്പോൾ ടില്ല എന്ന് പറയും അല്ലെ, നെഗറ്റീവ് വരുമ്പോൾ. ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഉണ്ടായിരുന്നില്ല എന്ന് വരും. അപ്പം നമുക്ക് സെന്റൻസ് നോക്കാം. ഫസ്റ്റ് വൺ, വി ഹാവ് നോട്ട് സീൻ ദാറ്റ് മൂവി അല്ലെ, ഞങ്ങൾ ആ മൂവി കണ്ടിട്ടില്ല. മറ്റേതോ ഹാഡ് നോട്ട് സീൻ എന്ന് പറയുമ്പോൾ എന്തായി വരും? കണ്ടിട്ടില്ലായിരുന്നു എന്ന് വരും അല്ലെ, അങ്ങനെയല്ലേ യേശുനെ? യെസ്. റീഡ് ചെയ്തേ, ഒന്നുകൂടെ എക്സാമ്പിൾ റീഡ് ചെയ്യേ. We have not seen that movie. We have not seen that movie. We had not seen that. We had not seen that movie. അപ്പം ഒന്നിലെ ഇപ്പം നമ്മൾ ഏതെങ്കിലും മൂവിനെ പറ്റി പറയുന്നതിന്റെ ഒരു അവസരത്തിലും മറ്റത് നമ്മുടെ പാസ്റ്റിൽ ഒത്തിരി പാസ്റ്റ് പറയുന്ന ഒരവസ്ഥനെ പറ്റിയാണ് കേട്ടോ. അപ്പം കണ്ടിട്ടില്ല, കണ്ടിട്ടില്ലായിരുന്നു, ആ ഒരു കൺസെപ്റ്റാണ് നിങ്ങളുടെ മനസ്സിലേക്ക് പതിയേണ്ടത്. ദെൻ നെഗറ്റീവ് വരുമ്പം അവിടെ എന്താ ചേർത്തേ? അല്ല, എന്താ നമ്മൾ ചേർത്തത്? നോട്ട്. ആ നോട്ട് മാത്രമല്ലേ ഉള്ളൂ, വേറെ എന്തെങ്കിലും ഉണ്ടോ? No. ഹാവ് കഴിഞ്ഞിട്ടോ ഹാഡ് കഴിഞ്ഞിട്ടോ നമ്മൾ എന്ത് ചെയ്തു? നോട്ട് ചേർത്തു. പാസ്റ്റ് പെർഫെക്റ്റിന്റെ കൂടെ നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു എവിടെയാണ് ചേർക്കേണ്ടതെന്ന്. അത് ഹാഡ് കഴിഞ്ഞിട്ട് നോട്ട് ചേർക്കണം. അപ്പം പ്രസന്റ് പെർഫെക്റ്റിലാണ് എന്ത് ചെയ്യണം? ഹാവ് കഴിഞ്ഞിട്ട് ഒരു നോട്ട് ചേർത്താൽ മാത്രം മതി. ഇനി ഇതാണ് ഇമ്പോർട്ടന്റ്. ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. കുറച്ച് എക്സാമ്പിൾ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും ഇത് നമ്മൾ എവിടെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. 3-4 സ്ഥലങ്ങളിൽ ഞാൻ ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്യാം. അതല്ലാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ കണ്ടെത്തി നിങ്ങൾ പറയുക, നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇവിടെ ആദ്യത്തെ ഒന്ന്, ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്. അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് അല്ലേ, ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്. ഇപ്പൊ കഴിഞ്ഞു പോയ കാര്യങ്ങളുണ്ടല്ലോ, ക്ലാസ് ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഞങ്ങളിപ്പോ വന്നിട്ടേ ഉള്ളൂ, ജസ്റ്റ് പിന്നെ എന്താ നമ്മൾ പറയുന്നേ, അതുപോലെ തന്നെ ഇപ്പൊ കഴിഞ്ഞു പോയ, ഞങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനെ പറയുന്നിടത്താണ് നമ്മൾ പ്രധാനമായിട്ടും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ നോക്കിയേ, വി ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ് ദ ക്ലാസ്. കണ്ടോ, ഞങ്ങൾ ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഹാവ് ജസ്റ്റ് സ്റ്റാർട്ടഡ്, ഞങ്ങൾ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ, സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നെക്സ്റ്റ് എക്സാമ്പിൾ ഏതാ ജിഷ്ണുവിനെ? The restaurant has just closed for the night. Just closed for the night. ഇപ്പൊ ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ. അങ്ങനെ ഒരു ഇപ്പം എന്ന് വരുന്ന അർത്ഥം വരുന്നില്ലേ, അങ്ങനെ അർത്ഥം വരുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അതായത് നമ്മൾ ആ പറഞ്ഞ ചാർട്ടിൽ വിചാരിച്ചാൽ മതി. എന്താണ് നമ്മുടെ പ്രസന്റിന്റെ അംബ്രയിൽ തന്നെ റീസെന്റ് പാസ്റ്റ്, അതായത് നമ്മുടെ പ്രസന്റിന്റെ അംബ്രയിൽ തന്നെ വരുന്നു എന്നത് നിങ്ങൾ ഓർത്തേച്ചാൽ മതി. ദ റിസൾട്ട് ഓഫ് ദി പാസ്റ്റ് ആക്ഷൻ ഓർ ഇവന്റ്. അതെന്താണ്? ദ റിസൾട്ട് ഓഫ് ദി പാസ്റ്റ് ആക്ഷൻ ഓർ ഇവന്റ്. അത് എപ്പോഴോ കഴിഞ്ഞു ഒരു കാര്യം, പ്രത്യേക സമയമൊന്നും നമ്മൾ പറയാത്ത അവസരങ്ങളിൽ നമ്മൾ പറയുന്നതാണ് ദ റിസൾട്ട് ഓഫ് ദ പാസ്റ്റ് ആക്ഷൻ ഓർ ഇവന്റ്. ഫോർ എക്സാമ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്, ഐ ഹാവ് വിസിറ്റഡ് പാരീസ് വൺസ്. ഞാൻ ഒരിക്കൽ പാരീസ് സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് എന്നാ സന്ദർശിച്ചെന്നൊന്നും പറയുന്നില്ല, ഞാൻ പോയിട്ടുണ്ട് എന്ന അർത്ഥത്തിൽ പറയുന്നത്. അതിന്റെ എന്തെങ്കിലും മെമ്മറീസ് ഒക്കെ ഇപ്പോഴും സ്റ്റിൽ എൻ്റെ മനസ്സിലുണ്ട്. വി ഹാവ് വിസിറ്റഡ് അവർ ഗ്രാൻഡ് പാരൻസ് സെവറൽ ടൈംസ്. ഞങ്ങൾ ഞങ്ങളുടെ ഗ്രാൻഡ് പാരൻസിനെ പല പ്രാവശ്യം വിസിറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതിൽ, അതായത് ഞാൻ മോഹൻലാലിനെ കണ്ടിട്ടുണ്ട്, ഞാൻ മമ്മൂട്ടിയെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ അമിതാഭ് ബച്ചനെ കണ്ടിട്ടുണ്ട്. അതായത് എന്നാണെന്ന് സ്പെസിഫൈ ആയിട്ട് പറയുന്നില്ല. ഞാൻ അമേരിക്കയിൽ പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ഏത് ഡേറ്റിലാണെന്നൊന്നും പറയുന്നില്ല, ഞാൻ പോയിട്ടുണ്ട്. അങ്ങനെ പ്രത്യേക സമയമോ പറയാതെ തന്നെ ഞാൻ ഒരിക്കൽ പോയിട്ടുണ്ട് എന്നുള്ള അർത്ഥം പറയുന്നത്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട് എന്നുള്ള അർത്ഥം പറയുന്നിടത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് റിസൾട്ട് ഓഫ് ദി ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു ഇവന്റ്, എന്തെങ്കിലും സംഭവത്തെ പറ്റി. അത് നമ്മളൊരു പ്രത്യേക സ്പെസിഫിക് ടൈം വെക്കുവാണെങ്കിൽ അത് എന്തിലേക്ക് വരും? അത് സിമ്പിൾ പാസ്റ്റിലേക്കായിട്ട് മാറുന്നതായിരിക്കും. സോ ഫസ്റ്റ് വൺ, ആക്ഷൻ ജസ്റ്റ് കംപ്ലീറ്റഡ്. സെക്കൻഡ് വൺ, ദ റിസൾട്ട് ഓഫ് ദ പാസ്റ്റ് ആക്ഷൻ ഓർ ഇവന്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓർക്കുക, ഞാൻ മമ്മൂട്ടിനെ കണ്ടിട്ടുണ്ട് അല്ലേ, അല്ലെങ്കിൽ അമിതാഭ് ബച്ചനെയോ ഷാരൂഖ് ഖാനെയോ, അങ്ങനെ അവരുടെ നടന്മാരുമായിട്ട് പറ്റുന്ന വെച്ച് കഴിയുമ്പോൾ നമുക്ക് ആ സെന്റൻസുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ വർഷം മോഹൻലാലിനെ കണ്ടു എന്ന് പറയുമ്പോൾ ടെൻസ് മാറി, സിമ്പിൾ പാസ്റ്റ് ടെൻസിലേക്ക് മാറി. ഓക്കെ, നെക്സ്റ്റ് എവിടെയാണ് ഉപയോഗിക്കുന്നത്? വിത്ത് ഓൾറെഡി യെറ്റ് ബിഫോർ. ഇങ്ങനെ ഓൾറെഡി യെറ്റ് ബിഫോർ എന്ന് പറയുന്ന വാക്കുകളുടെ കൂടെയും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ നോക്കിക്കേ, ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. കണ്ടോ, ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്
ഓൾറെഡി Finished. ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കഴിച്ചിട്ടുണ്ട് അല്ലേ. ഓൾറെഡി they haven't arrived the airport yet. അവർ ഇതുവരെ എവിടെ എത്തിയിട്ടില്ല? എയർപോർട്ടിൽ എത്തിയിട്ടില്ല. അപ്പം ഓൾറെഡി എന്നും യെറ്റ് എന്നും ഷീ ഹാസ് സീൻ ഇറ്റ് ബിഫോർ, അവൾ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടുണ്ട്. ബിഫോർ എന്നതിന്റെ കൂടെയും എന്തുപയോഗിക്കാറുണ്ട്? നമ്മുടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. പിന്നെയുള്ളത് ഏതാണ്? നെവർ ആൻഡ് എവർ. നെവർ ആൻഡ് എവറിന്റെ കൂടെയും എന്താണ് ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. ഹാവ് ദേ എവർ ഇൻവൈറ്റഡ് യു ഫോർ ദ പാർട്ടി? അവർ നിന്നെ എപ്പോഴെങ്കിലും പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഷീ ഹാസ് നെവർ സപ്പോർട്ടഡ് മീ. അവൾ എന്നെ ഒരിക്കലും സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന അർത്ഥത്തിൽ വരുമ്പോഴും ഏതൊക്കെയാണ്? നെവർ ആൻഡ് എവർ എന്ന മീനിങ് വരുന്ന അവസരങ്ങളിലും എപ്പോഴെങ്കിലും, ഒരിക്കലും എന്നൊക്കെ വരുന്ന അവസരങ്ങളിൽ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കാറുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇങ്ങനത്തെ ഒക്കേഷൻസ് നിങ്ങൾ മാക്സിമം കണ്ടെത്തുക, എന്നിട്ട് കമന്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നിന്ന സ്ഥലങ്ങളിലൊക്കെയാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കേണ്ടത് എന്ന്. പിന്നെ പ്രത്യേകിച്ച് വേറൊരു അവസ്ഥ എന്ന് പറയുന്നത് a state from the past to the present. അതായത് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ബീയിങ് എന്നൊക്കെ മുമ്പ് പഠിച്ചില്ലായിരുന്നോ? അങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിലും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കും. അതായത് ഷീ ഹാസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ്. അതെ, ഷീ ഹാസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ്. കേട്ടോ, ഇവിടെ നമുക്ക് നോക്കിയേ വെർബിന്റെ ഒരു രൂപവും വന്നിട്ടില്ല. V1 എന്നോ V2 V3 ഒന്നും വന്നിട്ടില്ല. ഇവിടെ വന്നിരിക്കുന്നത് നൗൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ? അഡ്ജക്റ്റീവ് നൗണുമാണ് വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ സ്റ്റേറ്റ് ഉള്ള അവസ്ഥയിൽ ഇത്രയും കാലം ഇപ്പോഴും എന്ന മീനിങ് വരുന്ന, ഇത്രയും കാലം ഇപ്പോഴും എന്ന മീനിങ് വരുന്ന സെന്റൻസുകൾ ഉണ്ടല്ലോ, ആ സെന്റൻസുകൾ, അങ്ങനത്തെ സെന്റൻസുകളും പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിൽ ഉപയോഗിക്കും. അതിൽ ഒരു എക്സ്ട്രാ ആയിട്ട് വരുന്നത് ബീൻ എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത് ഏതാണ്? ബീൻ എന്ന് പറയും. നോക്കിയേ, ഷീ ഹാസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ്. അതായത് എനിക്ക് അവൾ ഇന്നല്ലാതെ ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ് എന്ന് എനിക്ക് പറയാം. അപ്പൊ എന്താ എനിക്ക് അറിയുന്നത്? അവൾ ഇപ്പോൾ നല്ല സ്റ്റുഡൻ്റ് ആണ് അല്ലേ? ഷീ ഹാസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ എനിക്ക് എന്നോട്ട് അറിയാം, എനിക്ക് ഇതിന് മുൻപും അറിയാം, എനിക്ക് ഇപ്പോഴും അറിയാം. അവൾ അന്നും ഗുഡാണ്, അവൾ ഇന്നും ഗുഡാണെങ്കിൽ എനിക്ക് എന്ത് പറയാം? ഷീ ഹാസ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ് എന്ന് പറയാം. ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പം നിങ്ങളെപ്പറ്റി സംസാരിക്കുകയാണ് എങ്കിൽ, ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് കാണുന്നത്, ഇതിനു മുമ്പ് നിങ്ങളെപ്പറ്റി എനിക്ക് അറിയത്തില്ല. അപ്പം എനിക്ക് ഞാൻ എന്ത് പറയും? ഷീ ഈസ് എ ഗുഡ് സ്റ്റുഡൻറ് അല്ലേ? യു ആർ എ ഗുഡ് സ്റ്റുഡൻറ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അറിയുന്നതാണെങ്കിൽ യു ഹാവ് ബീൻ എ ഗുഡ് സ്റ്റുഡൻറ് എന്നാണ്. വി ഹാവ് ബീൻ ക്ലോസ് ഫ്രണ്ട്സ്. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾ പണ്ടും നല്ല ഫ്രണ്ട്സ് ആണ്, ഇപ്പോഴും നല്ല ഫ്രണ്ട്സ് ആണ്. അന്നു മുതൽ ഇന്ന് വരെ ഇത്രയും കാലം ഞങ്ങൾ ഗുഡ് ഫ്രണ്ട്സ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത്. അവിടെ ബീൻ എന്ന് പറയുന്നത് അതിന് മുമ്പുള്ള സെന്റൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിക്കും അല്ലേ? ജസ്റ്റിനെ നെക്സ്റ്റ് എക്സാമ്പിൾ ഒന്ന് വായിച്ചേ. She has been a writer. She has been a writer അല്ലേ? അതിൽ നമ്മൾ കണ്ടു ഒരു ബീൻ വന്നിട്ടുണ്ട്. കാരണം എന്താണ്? സ്റ്റേറ്റ് ആണ്. നമ്മൾ അതിന് ശേഷം V1 V2 V3 ഒന്നുമല്ല വന്നിരിക്കുന്നത്. അവിടെ അതൊക്കെ നൗൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു സ്റ്റേറ്റ് ആണ്, അതുകൊണ്ടാണ് അവിടെ ബീൻ വന്നിരിക്കുന്നത്. അപ്പം അതായത് അന്ന് മുതൽ ഇന്ന് വരെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം അന്നും റൈറ്ററാണ്, ഇന്നും റൈറ്ററാണ് എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതിൽ വരുന്നിരിക്കുന്നത് ഈ ഒരു പ്രത്യേകത. ഈ ബീനൊക്കെ കാണുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ ഒരു സംശയം വരുന്നുണ്ട്. അത് തൊട്ട് അടുത്തതിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. പക്ഷേ അത് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ല, പെർഫെക്റ്റ് തന്നെയുള്ളതാണ്. ആ ബീന് ശേഷം ഇവിടെ വരുന്നത് നൗണോ അഡ്ജക്റ്റീവോ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പം ഇതിൽ നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഏതൊക്കെയാണെന്ന് അറിയോ? സിമ്പിൾ പാസ്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം, പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം, ദെൻ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എവിടെ ഉപയോഗിക്കാം. ഇത് ഈ മൂന്നും ഏകദേശം സിമിലർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ? അതായത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് പറഞ്ഞാൽ കഴിഞ്ഞു പോയ കാര്യമാണെന്ന് പറഞ്ഞു. പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞതും അതും കഴിഞ്ഞു പോയൊരു കാലത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു റീസെന്റ് പാസ്റ്റിനെ പറ്റിയും കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പം കുട്ടികളെ സംബന്ധിച്ചുകൊണ്ട് ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. ഇത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിന് ചെറിയൊരു എക്സ്പ്ലനേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഇത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഏതൊക്കെ അവസരങ്ങളിലാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ രണ്ടാമതൊന്ന് നമ്മൾ മലയാളത്തിന്റെ കുറച്ച് വേർഡുകൾ പറഞ്ഞില്ലേ, ടുണ്ട്, ടുണ്ടായിരുന്നു എന്നൊക്കെ ഉള്ളത്. അത് ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എവിടേക്കാണ് ഉപയോഗിക്കേണ്ടതെന്ന്. ഓക്കെ, ഇത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ എന്താണ്?
ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇങ്കൊന്ന് മാറ്റാം. നിങ്ങൾ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. അറ്റ് എ സ്പെസിഫിക് ടൈം ഇൻ ദ പാസ്റ്റ്. ഇതാണ് മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പം ഏകദേശം ഒരു കഴിഞ്ഞ കാലത്തിൽ ഒരു സമയം പറയുന്നതായിരിക്കും. ഇന്നലെ, കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്, എസ്റ്റർഡേ, ഡേ ഫോർ എസ്റ്റർഡേ, ഓർ സ്പെസിഫിക് ഡേറ്റിൽ, ഒരു ഇയറിൽ, അങ്ങനെ ഒരു സ്പെസിഫിക് ടൈമാണ് മോസ്റ്റ് പ്രോബ്ലി വരുന്നത്. അതിനെയാണ് സിമ്പിൾ പാസ്റ്റ് നമ്മൾ പറയുന്നത്. ദെൻ പാസ്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ എന്താ പറയുന്നത്? ഈസ് യൂസ്ഡ് ആക്ഷൻ ദാറ്റ് ഹാപ്പൻ ബിഫോർ അനദർ പാസ്റ്റ് ആക്ഷൻ. ഏതെങ്കിലും ഒരു പാസ്റ്റ് ആക്ഷൻ അതിന്റെ പാസ്റ്റ്, അല്ലേ? നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റിൽ പറഞ്ഞിരുന്നു. പാസ്റ്റിന്റെ പാസ്റ്റ്, ഏതെങ്കിലും ഒരു പാസ്റ്റ് നടന്നു അതിന്റെ പാസ്റ്റിനെ പറ്റി പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് എപ്പോഴാണ് ഉപയോഗിക്കുന്നത്? ഈസ് യൂസ് ആൻ ആക്ഷൻ ദാറ്റ് സ്റ്റാർട്ടഡ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റ് തുടങ്ങി കണ്ടിന്യൂസ് ഇൻ ദ പ്രസന്റ്. പ്രസന്റിലേക്കും കണക്ഷൻ ഉള്ളത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് പഴയതിൽ തുടങ്ങി അതിനെ കണ്ടിന്യൂഷൻ ഇപ്പോൾ പ്രസന്റിലേക്കുമുണ്ട്. ഞാൻ ഒന്ന് പറയുകയാണ്, ഞാനിപ്പം ചെടി നനച്ചതേ ഉള്ളൂ എന്ന് പറയുമ്പോഴോ ആ ചെടി നനച്ചതിൻ്റെ വെള്ളം എവിടെ ഉണ്ടാകും? ആ നനവ് അവിടെ ഉണ്ടാകും. അതായത് പാസ്റ്റ് കഴിഞ്ഞതിന് പ്രസന്റിലേക്ക് ഒരു റിസൾട്ട് ഉണ്ട്, അല്ലെങ്കിൽ ടു ഹാവ് എ റെലവൻസ് ടു ദ പ്രസന്റ് മൊമെന്റ്. അതാണ് പറഞ്ഞത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു പാസ്റ്റ് കഴിഞ്ഞു, ആ കഴിഞ്ഞ സാധനം ഇങ്ങനെ പ്രസന്റിലേക്ക് ഒരു കണ്ടിന്യൂഷൻ ഉണ്ട്. ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറയുമ്പോഴോ, ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കയ്യിലൊരു ബ്ലീഡിങ് ഉണ്ട്, ഒരു റിസൾട്ട്, ഇപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ട്, ബ്ലഡ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലൊക്കെ. അതായത് പാസ്റ്റ് നടന്ന കാര്യത്തിന് പ്രസന്റിലേക്ക് ഒരു കണക്ഷൻ വരുന്ന സ്ഥലത്താണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. അപ്പം ഇതിന്റെ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സെൻഡ് മീ ദ മെസ്സേജ് ഓൺ 9061281631 എന്ന് പറഞ്ഞ നമ്പറിലേക്ക്, നിങ്ങൾക്ക് വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതൊന്ന് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്കാണ് സ്പെസിഫിക് ആയിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിനു മുമ്പ്, ക്ലാസ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ്, നമുക്ക് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ നമ്മൾ ഓൾറെഡി കണ്ടതായിരുന്നു. ഹാഡ് പ്ലസ് V3 ആണ്. അതിൻ്റെ നെഗറ്റീവ് ആകുമ്പോൾ അതിൻ്റെ കൂടി ഒരു നോട്ട് വന്ന് ചേർന്നത് മാത്രമേ ഉള്ളൂ. ദെൻ V3 തന്നെയാണ്. ഓക്കെ. ദെൻ അതിൻ്റെ തന്നെ പ്രസന്റ് പെർഫെക്റ്റ് ഇന്ന് നമ്മൾ പഠിച്ചതിൻ്റെ സ്ട്രക്ചർ ഫോം ഏതാണ്? ഈ ഹാഡിന് പകരം ഹാസ് ഓർ ഹാവ് വരുന്നു. അതിൻ്റെ കൂടെ ഏതാ വരുന്നത്? V3 ആണ് വരുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ടെൻസിൽ എല്ലായ്പ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ V3 ആണ് വരുന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്താണ്? അതിൻ്റെ കൂടെ ഹാസോ ഹാവോ ഹാഡോ ആയിരിക്കും വരുന്നത്, അല്ലേ? അപ്പം പ്രസന്റ് ആണെങ്കിൽ ഹാസ് ഓർ ഹാവ്, കണ്ടോ? ഹാസ് ഓർ ഹാവ്. പാസ്റ്റ് ആണെങ്കിൽ ഹാഡ് വരും. അപ്പം ഇതിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ഏതാണ്? V3 മാത്രമേ വരുള്ളൂ. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഇപ്പം ഇവിടെയാണെങ്കിലും അത് നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നെഗറ്റീവായി വേറെ സ്ട്രക്ചറിൽ ഒരു വ്യത്യാസമില്ല. ഹാസ് ആണെങ്കിൽ ഹാസ് നോട്ട് തേർഡ് ഫോം ആണ്. ഹാവ് ആണ് പ്ലൂറലാണ് സബ്ജക്റ്റ് എങ്കിൽ ഹാവ് പ്ലസ് നോട്ട് പ്ലസ് V3 ആണ് വരുന്നത്. അപ്പം ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിൽ എന്നെ അറിയിക്കുക. ദെൻ ഇന്നത്തെ ക്ലാസ് ഇതോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യായിരുന്നു. ഇന്ന് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ് കണ്ടിരുന്നത്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞിരുന്നു, ഏതൊക്കെ അവസരങ്ങളാണ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെയുള്ളത് ഏതാണ്? ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഇത് ഏത് വാക്കുകളാണ് വരുന്നതെന്ന് പറഞ്ഞിരുന്നു. ഈ മലയാളത്തിൻ്റെ വാക്കുകൾ പറഞ്ഞൊക്കെ നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്. അപ്പം മനസ്സിലാക്കാൻ വേണ്ടി വീഡിയോ ഒന്നുകൂടി വാച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ മാക്സിമം സെൻറ്റൻസുകൾ നിങ്ങൾ ഉണ്ടാക്കുക. നിങ്ങൾ സെൻറ്റൻസുകൾ മാക്സിമം ഉണ്ടാക്കുമ്പോഴാണ് അതിനെപ്പറ്റി നിങ്ങൾ മിററിൻ്റെ മുന്നിൽ നിന്ന് സംസാരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ മാറി കിട്ടും. ഓക്കെ. സോ സി യു നെക്സ്റ്റ് ഡേ വിത്ത് പ്രസന്റ് ടെൻസിന്റെ മറ്റ് 2 ഫോമുകളുമായിട്ട് നമ്മൾ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ. ദിസ് ഈസ് ജിൻസ് ഫ്രം ഫ്ലുവന്റ് നൗ. ഹാപ്പി ലേണിംഗ്.